അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ബാധ്യതയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഉപദേശിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ ഖഫാ എന്ന അവ്യക്തത ഉണ്ടാവുകയോ ചെയ്താൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചോദിച്ച് തീർക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഖുലഫാ ഉർ റാഷിദീങ്ങളോട് ചോദിക്കുന്ന രീതിയുണ്ടായി, താബിഈങ്ങളോട് ചോദിക്കുന്ന രീതിയുണ്ടായി, തബഉ താബിഈങ്ങളോട് ചോദിക്കുന്ന രീതിയുണ്ടായി, അഇമ്മത്തിനോട് ചോദിക്കുന്ന രീതിയുണ്ടായി. അങ്ങനെ സാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, ആലിമീങ്ങൾ, ഔലിയാക്കൾ തുടങ്ങിയ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്ന ഒരു രീതി മുഅ്മിനീങ്ങൾ എക്കാലവും കൊണ്ടുവന്നു. നമ്മുടെ കേരളത്തിലേക്ക് എടുത്താൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ദീൻ എത്തിയിട്ടുള്ള നാടാണ് കേരളം എന്നത് പലരും പ്രഭാഷണങ്ങളിൽ പലപ്പോഴായി പറയുന്നതും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതുമാണ്. മഖ്ദൂമുമാരുടെ കാലഘട്ടം മുതൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഈ നാട്ടിൽ ദീനീ പ്രബോധനങ്ങളും മുസ്ലിങ്ങളായ ആളുകളുടെ ജീവിത രീതിയെ ക്രമപ്പെടുത്തലും എല്ലാം നടന്നു പോന്നിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മഖ്ദൂമിനോട് ചോദിക്കും റളിയല്ലാഹു അൻഹു. അന്നത്തെ ആളുകളുടെ ഒരു പൊതുവെയുള്ള മാനസിക തലം, എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി ഉന്നതന്മാരായ ആളുകൾ, ആലിമീങ്ങൾ, ഔലിയാക്കന്മാർ, മുത്തഖീങ്ങൾ അതിലൊരു തീരുമാനം പറഞ്ഞാൽ അവരുടെ തീരുമാനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും സ്വന്തം തീരുമാനം രണ്ടാമതായി കാണുകയും ചെയ്തിരുന്ന രീതിയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ വരെ വെല്ലുവിളിച്ച ആളുകൾ മഖ്ദൂമിനെയും വെല്ലുവിളിക്കും. സ്വാഭാവികമാണത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമുള്ള സയ്യിദുനാ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ അതല്ലാത്ത മറ്റൊരു കാര്യം നമുക്ക് തോന്നുമ്പോൾ ഈ ഹദീസ് ഇമാം ഷാഫിക്ക് കിട്ടായിട്ടായിരിക്കും എന്ന് തോന്നുന്നവരും പറയുന്നവരും പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. എന്നതുപോലെ ഒരു കാലത്ത് മഖ്ദൂമിനെ ആളുകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ പിന്നീട് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പുതിയ സമൂഹം മാറിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് മാത്രമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഈ തനതായ രീതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമോ എന്ന ഒരു ഭയം മഖ്ദൂമിങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം കേരളീയ മുസ്ലിം നേതൃത്വത്തിലുള്ള ഉലമാക്കൾക്ക് തോന്നി എന്നതൊരു വസ്തുതയാണ്. ഈ വസ്തുതയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് വഴിവെക്കുന്നതും എന്ന് ചരിത്രത്തെ ആഴത്തിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്നു, പൊന്നാനി കേന്ദ്രീകരിച്ചു, കണ്ണൂർ കേന്ദ്രീകരിച്ചു, ദീനീ പ്രബോധനം നടത്തി, വ്യത്യസ്തമായ പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളികൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഖാദിമാരെ നിശ്ചയിച്ചു. ആ ഖാദിമാരെ കേന്ദ്രീകരിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രവർത്തിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയി. അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ഒരു കാലത്ത് പള്ളികൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് മുസ്ലിങ്ങൾ ജീവിച്ചു പോന്നിരുന്നത്. എന്ത് വിഷയത്തിനും, ദുനിയവിയായ കാര്യമാണെങ്കിലും ഉഖ്റവിയായ കാര്യമാണെങ്കിലും എന്ത് വിഷയത്തിനും പള്ളികളെ ആശ്രയിക്കുമായിരുന്നു. ഒരു വീട്ടിൽ വാപ്പ മരണപ്പെട്ടു, വാപ്പാൻ്റെ മുതൽ ഓഹരി ചെയ്യുന്നതിൽ ജ്യേഷ്ഠനും അനുജനും പെങ്ങന്മാർ സഹോദരിമാർ തമ്മിൽ തർക്കമുണ്ടായാൽ പള്ളിയിൽ പോയി വിവരം പറയും. പള്ളിയിലെ ഖാദി കാരണവന്മാർ അതിനൊരു തീരുമാനം കാണും. ആ തീരുമാനം അവർ അംഗീകരിക്കും, മുന്നോട്ട് പോകും.
മുസ്ലിങ്ങളുടെ ഏതേത് പ്രശ്നങ്ങളാണെങ്കിലും, കച്ചവട കാര്യങ്ങൾ, രണ്ട് കച്ചവടക്കാർ തമ്മിൽ പിണങ്ങി പള്ളിയിൽ പോയി വിവരം പറയും, പള്ളിയിൽ നിന്ന് തീരുമാനമെടുക്കും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി പള്ളിയിലെ പ്രശ്നങ്ങൾ അങ്ങാടിയിൽ വെച്ച് തീരുമാനിക്കുന്ന തരത്തിലേക്ക് മാറി. ഇതിൻ്റെ ഒരു ആദ്യ രൂപം അങ്ങാടിയിലെ പ്രശ്നങ്ങൾ പള്ളിയിൽ വെച്ച് തീർക്കുന്ന രൂപമായിരുന്നു. ഇങ്ങനെയുള്ള പഴയ രീതികളൊക്കെ പോയി ഉന്നതന്മാരായ സ്വാലിഹ്യങ്ങളായ ഔലിയാക്കന്മാരായ ഒരു വ്യക്തിക്ക് അംഗീകാരം നൽകുക എന്നത് സമൂഹത്തിൽ നിന്ന് എടുത്തുപോയപ്പോൾ പല വ്യക്തികൾ ചേർന്ന് ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു ചിന്ത, ഇതാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിലേക്ക് വഴിവെച്ചിട്ടുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം. ഇതിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായത് കേരളത്തിലെ ഐക്യസംഘത്തിൻ്റെ രൂപീകരണമാണ്. പഴയകാല കേരളം, മലബാർ എന്നൊക്കെ പറയുന്നത് കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ പരസ്പരം, തറവാട്ടുകാർ പരസ്പരം കലഹിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ തറവാട്ടുകാരുടെ ഈ കലഹത്തെ ഇല്ലാതെയാക്കാൻ എന്ന പേരിൽ ഐക്യസംഘത്തിൻ്റെ വരവാണ് കേരളത്തിലേക്ക് വഹാബി പ്രസ്ഥാനത്തിൻ്റെ വരവിന് കാരണമായത് എന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രപരമായ വസ്തുതയാണ്. ഐക്യസംഘത്തിൻ്റെ ആദ്യ രൂപീകരണ സമയത്ത് തന്നെ അതിൻ്റെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് 4 മദ്ഹബ് സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് അംഗത്വം എന്നാണത്രേ. സത്യത്തിൽ ഐക്യസംഘം രൂപീകരിച്ചിട്ടുള്ള ആളുകൾ 4 മദ്ഹബുകൾക്കും എതിരാണ്. എങ്കിലും ഭരണഘടനയിൽ അംഗത്വം നൽകുന്നത് 4 മദ്ഹബ് സ്വീകരിച്ചവർക്ക് മാത്രമാണ് എന്ന് എഴുതി ചേർക്കാനുണ്ടായ കാരണം, അന്ന് കേരളത്തിൽ 4 മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ മാത്രമാണുള്ളത്. അവരെ ഇതിലേക്ക് ലഭിക്കണമെങ്കിൽ അങ്ങനെ ഒരു നിയമം വേണം. പിന്നീട് ആ നിയമത്തെ മാറ്റുകയും ചെയ്യാം എന്ന തോന്നലായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രചോദനമായത് എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അങ്ങനെ 4 മദ്ഹബ് സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് ഇതിൽ അംഗത്വം എന്ന ഒരു ഭരണഘടനാപരമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയും അങ്ങനെ ആ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് കണ്ടു തന്നെ അതിലേക്ക് ആളുകൾ ഒഴുകുകയും ചെയ്തപ്പോൾ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ, ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുൽ ഖാദർ ഫളുഫരി റളിയല്ലാഹു അൻഹു, അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മഹാന്മാരായ ആളുകൾ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തീരുമാനിക്കുകയും 1925 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പഴയ രൂപം അവർ കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് ഒരു കൊല്ലത്തെ അധ്വാനമെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിലേക്ക് പോകുന്നത്. 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിലേക്ക് പോകുന്നത്. ഈ ഒരു വർഷത്തിനിടയിൽ കേരളത്തിലെ ധാരാളം പണ്ഡിത മഹത്തുക്കളെ ഇവർ നേരിൽ ചെന്ന് സന്ദർശിച്ച് കേരളത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ, ആലിമ്യങ്ങൾ ഒരുമിച്ച് കൂടേണ്ടതിൻ്റെ സാഹചര്യം, മുസ്ലിം സമൂഹത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി. അതിലൊരുപാട് മഹത്തുക്കളായ ആളുകളെ, വലിയ വലിയ മുദരിസ്മാരെ, ധാരാളം ശിഷ്യന്മാരുള്ള ആളുകളെ ഒക്കെ അവർ നേരിൽ കാണുകയുണ്ടായി. അവരിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ സ്വീകരിച്ച്, നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള 40 ആലിമീങ്ങളെ അണിനിരത്തി 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ രൂപകൽപ്പന നടത്തുന്നത്. കേരളത്തിലെ അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന വലിയ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, സയ്യിദന്മാർ തുടങ്ങിയ എല്ലാവരും അതിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ താരീഖ് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കാണും കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പിതാവിനെ ഇവർ സമീപിക്കുന്നതും, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പിതാവ് കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മകനെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നതും, അങ്ങനെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതും. അവരൊക്കെ വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളുകളായിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് ആ മഹാനവറുകളുടെ താരീഖിൽ ദുആൻ്റെ ഇജാബത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായി കാണാം. ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് മഹാനായ ഉസ്താദ് ഒരു ദിവസം രാത്രി ഇശാ നിസ്കാരത്തിന് ശേഷമാണെന്ന് തോന്നുന്നു മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ സുബ്ഹിക്ക് വരുമ്പോൾ മഴ പെയ്യാത്തതിൽ ഒരാൾ പരിഹസിച്ചു. ആ സമയത്ത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, അത്രേ
ഇന്നലെ രാത്രി ഈശാംസ്കാരം കഴിഞ്ഞ് ഞാൻ മഴ ചോദിച്ചു, ഇനി മഴ പെയ്താലല്ലാതെ കണ്ണിയത്ത് അഹമ്മദ് ദർസ് നടത്തൂല എന്ന് പറഞ്ഞപ്പോൾ ശക്തമായ മഴക്കാർ വരികയും അതിശക്തമായ മഴ പെയ്യുകയും ചെയ്തു എന്ന് കണ്ണിയത്ത് ഉസ്താദിൻ്റെ താരീഖുകൾ വായിച്ചപ്പോൾ എവിടെയോ വായിച്ചത് ഓർത്തു പോവുകയാണ്. സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇങ്ങനെ വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളുകൾ, ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ദുആ ചെയ്താൽ ഈ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പ് കൂടി ഉണ്ടായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിൻ്റെ തന്നെ താരീഖിൽ അത് കാണാൻ പറ്റും. ഇലക്ഷൻ ഉണ്ടായ സമയത്ത് ആദ്യം ഒരാൾ ദുആ ചെയ്യിക്കാൻ വേണ്ടി ചെന്നു. ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് ഇലക്ഷനിൽ അദ്ദേഹം ജയിക്കാൻ വേണ്ടി ദുആ ചെയ്തു. പിന്നെ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി പിന്നീട് ചെന്ന് ദ്വാര ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇവിടെ മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് ജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്രേ, മറ്റോ ഇവിടെ ആദ്യം വന്ന് ദ്വാരപ്പിച്ച് പോയല്ലോ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ രഹസ്യം ആദ്യത്തെ ദുആക്ക് ഇജാബത്തുണ്ട്, ഇനി അത് മാറ്റി പറയാനാവില്ല എന്നുള്ളതാണ്. നമുക്ക് എത്രയും ദ്വാരക്കാം. കാരണം എന്താ വെച്ചാൽ ദ്വാൻ്റെ ഇജാബത്ത് നമ്മൾ പ്രതീക്ഷിക്കണില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ അവർ ദ്വാ ചെയ്താൽ അവർ ദ്വാക്ക് ഇജാബത്ത് കിട്ടുകയും ചെയ്തിരുന്നു, ഇജാബത്ത് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ടാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ വലിയൊരു ദറജയാണ്. ഇങ്ങനെയുള്ള മഹത്തുക്കളായ വലിയ വലിയ ആൾക്കാരായ 40 ആലിമീങ്ങൾ. കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ താരീഖിലുണ്ടല്ലോ, കൊട്ടക്കൽ പരിസരത്തുള്ള ആളുകൾ മഴക്ക് വിഷമിച്ച് മഴ പെയ്യാതെയായി വല്ലാതെ വിഷമിച്ചപ്പോൾ കോയ മുട്ടോലിയരോട് പരാതി പറയാൻ വേണ്ടി ചെന്നു. മഹാനവറുകൾ ചീരണിയായി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അന്ന് എല്ലാ ധാന്യങ്ങളൊക്കെ കൂടി ഇട്ടിട്ട്, പയറും ധാന്യങ്ങളും ഗോതമ്പും അരിയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നിച്ചുള്ള ഒരു കഞ്ഞി ഉണ്ടാക്കും. ദ്വാ കഴിഞ്ഞാൽ ചീരണിയായിട്ട് ആ കഞ്ഞി വിതരണം ചെയ്യലാണ് പതിവ്. അങ്ങനെ വെള്ളിയാഴ്ച കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് കോയ മുട്ടോലിയർ ദ്വാ ചെയ്തു, കഞ്ഞി വിതരണം ചെയ്തു. അസറിന് ബാങ്ക് കൊടുത്തു. മഹാനവറുകൾ പള്ളിയുടെ ഹൗലും കരയിൽ ഒരു ബ്രഷും കയ്യിൽ പിടിച്ചിങ്ങനെ വന്നിരുന്നു. അസർ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു. ജമാഅത്തിന് ആളുകൾ വന്നു. ഉസ്താദ് ഹൗലും കരയിൽ ഇങ്ങനെ ഇരുന്നു. അവസാനം പള്ളിയിലെ മുഅദ്ദിൻ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, അത്രേ ആളുകളൊക്കെ ജമാഅത്തിന് വന്നു കൂടിയിട്ടുണ്ട്, അവിടുന്ന് ഒന്ന് ഒളു ചെയ്തെങ്ങാണ്ട് വരികയായിരുന്നെങ്കിൽ നമുക്ക് അസർ ജമാഅത്താണ് നടത്താമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കോയ മുട്ടിയോലിയർ പറഞ്ഞു എന്നാണ്, ഞാൻ ജുമാ കഴിഞ്ഞിട്ട് അള്ളാഹുടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ട് വേണം അസ്രസ്കരിക്കാൻ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് മഴക്കാർ വരികയും ശക്തമായി മഴ പെയ്യുകയും പള്ളിയുടെ സൈഡിൽ വെച്ചിരുന്ന പാത്തിയിലൂടെ മഴവെള്ളം വന്ന് ആ മഴവെള്ളം കൊണ്ട് ഒളു ചെയ്ത് അതേ അസ്ർ ജമാഅത്തിന് മഹാനവറുകൾ പങ്കെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകനാണ് മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ. നമ്മളെപ്പോഴും പറയാറുണ്ട്, വിത്ത് ഗുണം 10 ഗുണമാണെന്ന്. വാപ്പ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്രസ്സാണ്. അനഫി മില്ലത്തി അബി ഇബ്രാഹിം എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതായി കാണാം. ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാകുന്നു എന്ന്. അപ്പം അതുകൊണ്ട് വലിയ വലിയ വാപ്പാരുടെ മക്കൾ, വലിയ വലിയ പിതാക്കന്മാരുടെ മക്കൾ, വലിയ വലിയ ആബിദീങ്ങൾ, വലിയ വലിയ സ്വാലിഹീങ്ങൾ എല്ലാവരും അണിചേർന്നുകൊണ്ടാണ് 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ നമ്മൾ നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം നടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയെ സംരക്ഷിക്കുക എന്നതിന് സമസ്ത 1ാം സ്ഥാനം നൽകി പോന്നിട്ടുണ്ട്. സത്യത്തിൽ അത് രൂപീകരിച്ചിട്ടുള്ളത് തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, അഖീദകൾ എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദ എന്ന് പറയുന്നത്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി തുടങ്ങിയ 4 ഒരു മദ്ഹബ് സ്വീകരിക്കുകയും വിശ്വാസപരമായി അഷ്അരി, മാതുരീദി എന്നീ 2 ത്വരീഖുകളിൽ നിന്ന് ഒന്ന് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അതിൽ നിന്ന് ആളുകൾ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ദിശാബോധം നൽകുക എന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അത് ഇന്നും മുന്നോട്ട് പോകുന്നത്. ബാക്കി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അഡീഷണലാണ്. അടിസ്ഥാന കാര്യത്തിന് കോട്ടം തട്ടാത്ത രൂപത്തിലുള്ള ദീനീ പ്രബോധനങ്ങൾ, ദീനീ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിൻ്റെ പൊതുവായ ഉന്നമനത്തിന് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ, മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ നടത്തുമ്പോഴും
അടിസ്ഥാനപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന മഹിതമായ ആദർശത്തിൻ്റെ സംരക്ഷണം, അതിലൊരു വിട്ടുവീഴ്ചക്കും എക്കാലത്തും സമസ്ത തയ്യാറായിട്ടില്ല, തയ്യാറാവുകയുമില്ല, തയ്യാറാവാൻ പാടുമില്ല. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ട്, ധാരാളം വിഷയങ്ങൾ, രാഷ്ട്രീയമായ വിഷയങ്ങൾ, സാംസ്കാരികമായ വിഷയങ്ങൾ, പൊതുവായ കാര്യങ്ങൾ, അതിനൊക്കെ മറ്റു സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കേണ്ടത് തന്നെയാണ്, നിലനിർത്തുകയും വേണം, ആവശ്യവുമാണ്. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദൗത്യമെന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തും അതിൻ്റെ ആദർശവും സംരക്ഷിക്കുക, അത് പറയുക, അതിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുക, അതുമായി വന്നേക്കാവുന്ന സംശയങ്ങൾ ആളുകൾക്ക് ദൂരീകരിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്നും ഇന്നും എക്കാലത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ ബഹുമാനപ്പെട്ട സമസ്തയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും അഭിപ്രായമുള്ളവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് വെറുപ്പും വിദ്വേഷവും പകയും ശത്രുതയുമായി മാറാതെ സൂക്ഷിക്കണമെന്നാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉപദേശിക്കാനുള്ളത്. ആർക്കെല്ലാം അഭിപ്രായമുണ്ടോ, അഭിപ്രായമുള്ള എല്ലാ ആളുകൾക്കും അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ഒരു നിലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയാവുന്നത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതൊരഭിപ്രായ വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം അന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞത് തെക്കൻ കേരളത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്ക് മീറ്റിങ്ങുകൾക്കും മറ്റും എത്താൻ വളരെയധികം പ്രയാസമായിരുന്നു. ഈ പ്രയാസം തീർക്കാൻ വേണ്ടിയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകുന്നത്. അതൊരു അഭിപ്രായ വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ ദൂരം കൂടുതലാണ്, അതുകൊണ്ട് മറ്റൊന്ന് വേണമെന്നുള്ളത് ഒരു അഭിപ്രായ വ്യത്യാസമാണ് എന്നും പറയാം, എന്നാലല്ല എന്നും പറയാം. എന്തായാലും പേരെന്ത് പറഞ്ഞാലും ആദ്യമായി ഉണ്ടായത് എന്ന് പറയാവുന്നത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ആശയപരമായി ആദർശപരമായി യോജിച്ച് തന്നെയാണ് അക്കാലത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പിന്നീട് ചില രണ്ട് സംഘടനകളായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ, അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും തബ്ലീഗ് ജമാഅത്തിനെ എതിർത്തതുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്ത് ബിദഈ പ്രസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച സമയത്ത് സമസ്തയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയായ ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും മാറി നിൽക്കുകയും പിന്നീട് അത് സമസ്തയുടെ തീരുമാനം തന്നെയായിരുന്നു ശരി എന്നുള്ളിടത്തേക്ക് എത്തുകയും സമസ്തയിലേക്ക് മടങ്ങി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അഭിപ്രായ വ്യത്യാസമായിരുന്നു ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് രേഖപ്പെടുത്തിയ ഉച്ചഭാഷണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഖുത്ബ നിർവഹിക്കുന്നതിന് ഉച്ചഭാഷണി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളിടത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അത് സിഹത്തിനെ ബാധിക്കും എന്നുള്ളിടത്ത് ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദും എത്തിച്ചേരുകയും അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉച്ചഭാഷണി ഉപയോഗിക്കാം എന്ന് തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ സദഖത്തുള്ള ഉസ്താദ് അള്ളാഹുവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അതുമായി വിയോജിച്ച് മാറി നിൽക്കുകയും അത് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിലേക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്ത അഭിപ്രായ വ്യത്യാസം പിന്നീടുണ്ടായി. ആ കാലയളവിൽ അതിനിടയിൽ തന്നെയാണ് നൂരിഷാ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൂരിഷാ ത്വരീഖത്തിനെ എതിർത്തു. നൂരിഷാ ത്വരീഖത്തിനെ അനുകൂലിച്ചിരുന്ന കുറേ ആളുകൾ മടങ്ങി വന്നെങ്കിലും ചില ആളുകൾ മാറി നിന്നു. കുൽ ഹിന്ദ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഒരു പ്രസ്ഥാനം, കുൽ ഹിന്ദ് ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണെന്ന് തോന്നുന്നു എന്ന പേരുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് അത് പിന്നീട് വഴിവെക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുമായി പിന്നീടൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിലേക്ക് അത് വഴിവെച്ചു. ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട അഭിപ്രായമുണ്ടായി. ഗൗസിയ്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ യുടെ രൂപീകരണത്തിലേക്ക് അത് വഴിവെച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നു പോയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ആദർശപരമായ സംരക്ഷണത്തിന് ഒന്നാം സ്ഥാനം നൽകി എക്കാലവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
മുന്നോട്ട് പോവുകയും അതിലെതിർപ്പുള്ള ആളുകൾ മാറി നിൽക്കുകയോ മാറി നിർത്തപ്പെടുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കാണും. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അനുഭാവികളിൽ നിന്നോ കത്തുകൾ വരും. ആ കത്തുകൾ പരിശോധിക്കും. അവകളെക്കുറിച്ച് പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും സമിതിയെ വെക്കും. ആ സമിതി വെക്കുന്ന റിപ്പോർട്ടിൻ്റെ മേൽ ചർച്ചകൾ നടക്കും. സാവകാശമെടുത്ത് എല്ലാ ചർച്ചകളും നടത്തിയതിന് ശേഷം അവസാനം തീരുമാനമെടുക്കും. എടുത്ത തീരുമാനങ്ങൾ ഇതുവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് തെറ്റിയിട്ടില്ല. ആ തീരുമാനങ്ങളിൽ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രീതി. മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമസ്തക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രേഖാപരമായ റിക്കാർഡിക്കലായി ജനറൽ ബോഡിയും സംവിധാനവും ഉണ്ടെങ്കിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ ബോഡിയിൽ നിന്ന് മുഷാവറ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയല്ല ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയും. 40 തലയെടുപ്പുള്ള വലിയ വലിയ മുദരിസന്മാരായ പക്വതയുള്ള തഖ്വയുള്ള വിലായത്തിൻ്റെ അഹ്ലുകാരായ ദുആക്ക് ഇജാബത്തുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, ഇതൊക്കെയാണ് മുഷാവറ അംഗങ്ങൾക്കുള്ള നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന യോഗ്യതകൾ. അങ്ങനെയുള്ള 40 ആലിമീങ്ങളെ തിരഞ്ഞെടുക്കുകയും ഈ 40 ആലിമീങ്ങൾ കൂടിയിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന യഥാർത്ഥത്തിൽ പറയുന്നത്. അല്ലാതെ 10 റുപ്യയോ 100 റുപ്യയോ കൊടുത്തിട്ട് സമസ്തൻ്റെ മെമ്പർഷിപ്പിന് ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം SKSF-ൻ്റെ SYS-ൻ്റെ ഒക്കെ മെമ്പർഷിപ്പ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർഡ് കിട്ടിയിട്ട് അതിമൊരു നമ്പറൊക്കെ ഉണ്ടാവും, സമസ്തയുടെ മെമ്പർഷിപ്പ് നമ്പർ ഇത്ര എന്നൊന്നും പറയുന്ന ഒരു രീതിയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത്. 40 ആലിമീങ്ങൾ, തലയെടുപ്പുള്ള 40 ആലിമീങ്ങൾ ചേരുന്നു. അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു. ഈ അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നതിന് ചില രഹസ്യങ്ങളുണ്ട്. ഒന്ന്, ബാത്തിലിൻ്റെ പേരിലോ ലലാലത്തിൻ്റെ പേരിലോ 40 ആലിമീങ്ങൾ ഒരുമിക്കുകയില്ല എന്നതാണ് നമ്മൾ അവരെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം. ലലാലത്തിൻ്റെ മേൽ കേരളത്തിലെ തലയെടുപ്പുള്ള വലിയ മുദരിസ്മാരായ മുത്തഖീങ്ങളായ താരതമ്യേന കേരളത്തിലെ ആലിമീങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട 40 ആളുകൾ ചേർന്നുകൊണ്ട് അവർ ബാത്തിലിൻ്റെ പേരിലോ ലലാലത്തിൻ്റെ പേരിലോ യോജിക്കുകയില്ല എന്ന ധൈര്യമാണ് അവർ 40 പേർ ചേർന്നെടുക്കുന്ന തീരുമാനം നമ്മൾ ആമന്ന സല്ലംന എന്ന് പറയുന്നതിൻ്റെ കാരണം. അങ്ങനെ ആമന്ന സല്ലംന, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത്. 40 ആലിമീങ്ങൾ ചേർന്നൊരു തീരുമാനം എടുത്തു. തീരുമാനം ഒന്ന് ആലോചിച്ചിട്ട് വേണമെന്ന് ഒരാൾ പറയുകയോ അഭിപ്രായപ്പെടുകയോ നിഗമനത്തിലെത്തുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് സമസ്തക്കാരൻ എന്ന് പറയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ 40 ആളുകൾ, അതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ 40-ൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നാൽ ഒരു ക്രൗഡിൽ നിന്ന്, വലിയൊരു സമൂഹത്തിൽ നിന്ന് എലക്ഷൻ വഴിയായി ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തലല്ല രീതി. ബാക്കി 39 ആളുകൾ ചേർന്ന് ഇനി നമ്മളോടൊപ്പം കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾ ആരാണുള്ളത് എന്ന് കണ്ടെത്തി അയാളെ മുഷാവറയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത്. 1 അല്ല 2 അല്ല, എത്ര ഒഴിവ് വന്നാലും ഈ ഒരു രീതിയാണ് അവലംബിച്ചു വന്നത്. അങ്ങനെ 40 ആളുകൾ അല്ലെങ്കിൽ 38 ആളുകൾ, എത്ര പേരാണോ ഉള്ളത്, അവർ ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം കേരളീയ മുസ്ലിങ്ങൾ അംഗീകരിച്ചു പോരുകയും അവരുടെ ജീവിതക്രമമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നാളിതുവരെ വന്നിട്ടുള്ളത്. അതേ രീതി തന്നെയാണ് ഇനിയും തുടർന്ന് വരേണ്ടത് എന്ന അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് നമുക്ക് ഖൈറിലേക്ക്, ഹക്കിലേക്ക്, അതുപോലെ നന്മയിലേക്ക് വഴി നടത്താൻ സഹായിക്കുന്ന 40 ആലിമീങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അവർ മുത്തഖീങ്ങളാണ്, അവർ സാലിഹീങ്ങളാണ്. ബാത്തിലിൻ്റെ മേലിലോ ലലാലത്തിൻ്റെ മേലിലോ അവർ ഒന്നിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പറയുന്ന തീരുമാനം എടുക്കുന്നത് വരെ നമുക്ക് അഭിപ്രായമൊക്കെ പറയാം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഏത് വിഷയത്തിലാണെങ്കിലും, ഏറ്റവും പുതിയ വിഷയങ്ങളിലാണെങ്കിലും
പഴയ വിഷയങ്ങളിലാണെങ്കിലും ത്വരീഖത്ത് സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും എന്ത് വിഷയങ്ങളാണെങ്കിലും സ്ഥാപന സംബന്ധിയായ വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവരൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ആ തീരുമാനം മാറ്റിയാലോ നമ്മളും മാറ്റാൻ തയ്യാറാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പഴയ തീരുമാനത്തേക്ക് തന്നെ പോയാലോ നമ്മളും പോകാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറുള്ള ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സമസ്തക്കാരായി സമസ്തയുടെ കീഴിൽ അണിനിരന്ന് മുന്നോട്ട് പോകണമെന്നതാണ് 100-ാം വയസ്സ് തികയുന്ന സമസ്തയുടെ ആളുകൾ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളതും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ടതുമായ മഹത്തായ ഒരു ആശയവും ആദർശവും അതാണ്. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക പരിപാടി 2 വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികളോടുകൂടി ആഘോഷിക്കാനിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ വെച്ച് അതിൻ്റെ വാർഷിക പരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരുപാട് പോഷക ഘടകങ്ങളുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡുണ്ട്, സുന്നി യുവജന സംഘമുണ്ട്, ജമിയത്തുൽ മുഅല്ലിമീനുണ്ട്, സുല്ലി മഹല്ല് ഫെഡറേഷൻ ഉണ്ട്, ഒരുപാട് SKSSF സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും മഹത്തായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ യുവജനങ്ങൾക്കിടയിൽ ധാർമ്മിക ബോധവും ധാർമ്മികതയുടെ ശക്തിയും ഉണ്ടാക്കി തീർക്കുക എന്നതാണ് SKSSFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന പദ്ധതി. മതകലാലയങ്ങളിലും അതുപോലെ ഭൗതിക കലാലയങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പഠനം പൂർത്തിയാക്കി ഗോദയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾ, അവർക്ക് ഇസ്ലാമികമായി ദിശാബോധം നൽകണം. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയ ആദർശങ്ങളെക്കുറിച്ച് ഉത്ബോധനങ്ങൾ നടത്തണം, സംശയങ്ങൾ തീർത്തു കൊടുക്കണം, വ്യത്യസ്തമായ മേഖലകളിൽ മരണം വരെ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പരിശീലനങ്ങൾ നൽകണം. മഹത്തായ SKSSFൻ്റെ നേതൃത്വം അതിനെല്ലാം കഠിനമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. 35 വർഷമായി കേരളക്കരയിൽ SKSF പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകം അനവധി പ്രവർത്തനങ്ങൾ SKSF ഏറ്റെടുക്കുകയും മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായി, എല്ലാ സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ധാർമ്മികമായ മുന്നേറ്റങ്ങൾ, ആത്മീയമായ നീക്കങ്ങൾ എല്ലാം നടത്തുന്ന ധാരാളം ഉപഘടകങ്ങളോടുകൂടിയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. SKSFൻ്റെ 35-ാം വാർഷിക പരിപാടി ഈ വരുന്ന 2024 ഫെബ്രുവരി മാസം 2, 3, 4 തീയതികളിൽ നടക്കുകയാണ്. 4-ാം തീയതി വലിയ വിപുലമായ പൊതുസമ്മേളനം കടപ്പുറത്ത് നടക്കും ഇൻഷാ അല്ലാഹ്. അതിലെല്ലാം നമ്മളൊക്കെ പങ്കുചേരണം, അതിൻ്റെ പ്രചരണങ്ങൾ ഏറ്റെടുക്കണം. കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. ഈ നന്മയുടെ കൂട്ടായ്മകൾ നന്മയിലേക്ക് നയിക്കുമെന്നാണ്. നിസ്കാരം ഇന്നസ്സലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, നിസ്കാരം ഫഹ്ശാ മുങ്കറിനെ തൊട്ട് തടയും എന്ന വചനത്തിൻ്റെ വിശദീകരണത്തിൽ ജമാഅത്തായിട്ടുള്ള നിസ്കാരം പ്രത്യേകമായി പറഞ്ഞു. ജമാഅത്ത് നിസ്കാരം ഒരു കൂട്ടായ്മയെ ഉണ്ടാക്കി തീർക്കും. നിസ്കരിക്കുന്നവരുടെ കൂട്ടായ്മ തെറ്റുകളിലേക്ക് പോകുന്നതിൽ നിന്ന് ആ കൂട്ടായ്മ തടഞ്ഞു വെക്കുമെന്നാണ്. ഏതൊരു മനുഷ്യനെക്കുറിച്ചും അറിയാൻ അവൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് വേണ്ടതെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനത്തിൽ ഇങ്ങനെ കാണാം: അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കുമെന്നത്. SKSSFൻ്റെ കൂട്ടുകെട്ട് നന്മയിലേക്ക് നയിക്കും. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളൊക്കെ വിദ്യാർത്ഥികളെ സുന്നി ബാലവേദി എന്ന സമസ്തയുടെ ചെറിയ കുട്ടികൾക്കുള്ള ബാലവേദിയിൽ അണിനിരത്തണം. അത് കഴിഞ്ഞ് SKSSFൽ അണിനിരത്തണം. നന്മയുടെ കൂട്ടായ്മ നന്മയിലേക്കായിരിക്കും നയിക്കുക. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും കൂട്ടമായി ചെയ്യാൻ കഴിയും. നല്ല കൂട്ടുകാർ എന്നത് നന്മയിലേക്ക് നയിക്കും. ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പ്രധാനമായും 2 എണ്ണമാണ്. ഒന്ന്, മകന് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല കൂട്ടുകാരെ ഉണ്ടാക്കി കൊടുക്കുക എന്നതും നല്ല ഒരു ഉസ്താദിലേക്ക് അടുപ്പിക്കുക എന്നതുമാണ്. ഇത് രണ്ടും നമ്മുടെ മക്കൾക്ക് SKSSFലൂടെ സാധ്യമാവും. അതുകൊണ്ട് SKSSFൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ എല്ലാവരും തയ്യാറാവണം എന്ന് സാന്ദർഭികമായി ദ്യോതിപ്പിക്കട്ടെ. SKSSFൻ്റെ 35-ാം വാർഷിക പരിപാടി നടക്കുകയാണ്. സത്യം, സ്വത്വം, സമർപ്പണം എന്നതാണ് ഈ സന്ദർഭത്തിൽ SKSSF മുന്നോട്ട് വെക്കുന്ന പ്രമേയം. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ,
സ്വത്വം എന്ന് പറയുന്നത് സ്വാഹിമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.